എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പുതിയ 2-3 ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഈ ക്ലാസ്സുകൾ നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം തിരുവനന്തപുരത്താണ്. നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും ക്ലാസ്സുകൾ നടത്തുന്നത്. നേരത്തെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ. ഇന്ന് പ്രധാനമായിട്ട് ആരംഭിക്കുന്ന ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ജ്യോതിഷത്തിന്റെ 3 ക്ലാസ്സുകളാണ്. അടിസ്ഥാന ജ്യോതിഷം, അതുപോലെ തന്നെ അത് ഏകദേശം 8 മാസം വരുന്ന ഒരു ക്ലാസ്സാണ്. പിന്നീട് വരുന്നത് പ്രശ്നം മുഹൂർത്തം എന്ന് പറയുന്ന ഒരു ക്ലാസ്. പ്രശ്നവും മുഹൂർത്തവും എക്സാമ്പിൾ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. പിന്നെ വരുന്നത് ഒരു ക്ലാസ് ജാതക പ്രശ്ന വിശകലനം എന്ന് പറയും. അത് നമ്മൾ അനേകം ജാതകങ്ങളും പ്രശ്നങ്ങളും സാറ് ചെയ്തിട്ടുള്ള പ്രശ്നം എല്ലാം തന്നെ നമ്മൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ വിവാഹപ്പൊരുത്തം എന്ന് പറയുന്നത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്ന രീതിയിലുള്ള വിവാഹപ്പൊരുത്തമാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് ഉള്ളത്. പിന്നെ വരുന്നത് വാസ്തുവിന്റെ ക്ലാസ്സാണ്. വാസ്തു ക്ലാസ് ഏകദേശം 3 ക്ലാസ്സുകളാണ് വാസ്തുവിൻ്റെ ആരംഭിക്കുന്നത്. അത് ഒന്ന് ഡിപ്ലോമ ഇൻ വാസ്തു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വാസ്തു പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്. അത് 8 മാസ കോഴ്സാണ്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ വാസ്തു, അത് 1 വർഷത്തെ കോഴ്സാണ്. പിന്നെ വാസ്തു ആചാര്യ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അത് ഏകദേശം 15-16 മാസം വരുന്ന ഒരു ക്ലാസ്സാണ്. എക്സ്പീരിയൻസും സൈറ്റിലൊക്കെ പോയി നോക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അതിനെപ്പറ്റിയെല്ലാം അതിൻ്റെ അധ്യാപകരായ ആൾക്കാരെല്ലാം എല്ലാ ക്ലാസ്സുകളെയും പറ്റി വിശദീകരിക്കും. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാസ്സുകളെ പറ്റി അതായത് അധ്യാപകർ നിങ്ങളോട് വിശദീകരിക്കും. മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷം പഠിപ്പിക്കുന്ന പ്രശ്നം മുഹൂർത്തം ക്ലാസ്സുകൾ എടുക്കുന്ന മോഹൻ സാറാണ്. മോഹൻ സാർ നിങ്ങളോട് സംസാരിക്കും. മോഹൻ സാർ. എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മോഹനൻ എന്നാണ്. ഞാനാണ് പ്രശ്നം, മുഹൂർത്തം, വിവാഹപ്പൊരുത്തം, ജാതക വിശകലനം ഇതൊക്കെ എടുക്കുന്നത്. നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ലാൽ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ കടക്കാം. ജ്യോതിഷത്തിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞവരാണ് ഇതിൽ വരുന്നത്. പ്രിലിമിനറി കാര്യങ്ങളെല്ലാം ബേസിക് കോഴ്സിനെ കുറിച്ച് പ്രസന്നകുമാർ സാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അപ്പം എനിക്ക് വരുന്നത് പ്രശ്നം, മുഹൂർത്തം, വിവാഹപ്പൊരുത്തം, ജാതക വിശകലനം. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്നത്? ജാതകം നോക്കിയിട്ടെല്ലാം പറയാമല്ലോ എന്ന് ചോദിക്കും. അതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതായത് ജാതകം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് കുറിക്കുന്നതാണ്. ആ ജനിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അപ്പോഴുള്ള ഗ്രഹനിലയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒരു ലഗ്നവും ഗ്രഹനിലയും നവാംശകവും കുറേ കാര്യങ്ങളുണ്ട്. അത് വച്ച് ദശകൾ കണക്കാക്കുന്ന രീതിയൊക്കെയാണ്. അത് നമ്മുടെ കാലം തീരുന്നതുവരെ ആ ഗ്രഹനിലയിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ആ ജാതകത്തിനെ സൂക്ഷിച്ചു വച്ചേക്കും. എത്ര വർഷമായിരുന്നാലും ആൾക്കാർ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതല്ല, ഒരു
സമയത്ത് നമ്മൾ ജാതകം നോക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കാൻ പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം വയ്ക്കുന്നത്. ഇന്നൊരാൾ വന്നാൽ ഇന്നത്തെ ഗ്രഹനില, നാളെ വന്നു കഴിഞ്ഞാൽ നാളത്തെ ഗ്രഹനില, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ അന്നുള്ള ഗ്രഹനില. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജാതകം അനുസരിച്ച് മുൻജന്മ ഫലങ്ങൾ, സഞ്ചിത കർമ്മം അനുസരിച്ചാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപപുണ്യ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജന്മം എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ദൈവികമായ കാര്യങ്ങളാണ്. അതെല്ലാം ജാതകത്തിന് കിട്ടും. അതിൽ ജാതകവും പ്രശ്നവും ഒരുപോലെ ഇരിക്കും എന്നാണ് നമ്മുടെ സങ്കല്പം. എല്ലാവരും പറയുന്നതും അങ്ങനെ തന്നെ. പക്ഷെ ഒരുപോലെ വരണം എന്നുള്ള നിർബന്ധമില്ല. ജാതകം അനുസരിച്ച് ഇപ്പോഴും നടക്കുന്ന ദശ നമുക്ക് ഫേവർ എന്ന് കരുതുക. ശുക്രനോ വ്യാഴമോ ഒക്കെ ദശയും അപകാരവും ഒക്കെ നടക്കുന്നു, അവർക്ക് ബലമുണ്ട്. അപ്പോൾ പ്രശ്നത്തിലും അതുപോലെ വലിയ ദോഷമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നല്ല സമയമാണെങ്കിൽ ഈ സമയം നമുക്ക് ജാതകത്തിലും നല്ല സമയം, പ്രശ്നത്തിലും നല്ല സമയമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മവും സൽക്കർമ്മം ചെയ്തു. ഈ പ്രസൻറ്റ് സ്റ്റേജിലും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് എന്നർത്ഥം. ജാതകം നന്നായിരുന്ന് പ്രശ്നം മോശമാണെങ്കിൽ, മുൻജന്മ ഫലം അനുസരിച്ച് ചെയ്തിട്ടുള്ളത് നന്മയാണെങ്കിലും പ്രശ്നം ഈ ജാതകം നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പ്രശ്നമെന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ മാത്രമേ ജാതകത്തിലുള്ളൂ. അപ്പോൾ ജാതകം നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻജന്മ ഫലം അനുസരിച്ച് നമുക്ക് നല്ല ഫലം കിട്ടണം. പ്രശ്നം മോശമായി, ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഫലം മോശമായി എന്ന് പറഞ്ഞാൽ ഈ ജന്മം നമ്മൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നർത്ഥം. നേരെ മറിച്ച് ജാതകം മോശവുമായിരുന്നു, പ്രശ്നത്തിൽ നല്ല ഫലം കാണുന്നു എന്നുണ്ടെങ്കിൽ നല്ല അനുസരണയും ഈശ്വര സേവയും സൽക്കർമ്മ പ്രവർത്തികളും ചെയ്യുന്നു, ഈ ജന്മം ചെയ്യുന്നു എന്നർത്ഥം. അത് മനസ്സിലാക്കാനാണ് പ്രശ്നം വയ്ക്കുന്നത്. പ്രശ്നത്തിന് ഒരു വർഷത്തെ കാലാവധി മാക്സിമം, അതിനപ്പുറമൊന്നും ആരും പറയുന്നില്ല. പിന്നെ അഷ്ടമംഗല പ്രശ്നമൊക്കെ ആയാൽ കുറച്ചുകൂടി ദീർഘം പറയാം. അഷ്ടമംഗല പ്രശ്നം വളരെ എന്തെന്ന് പറയാം, ഈശ്വരാനുഗ്രഹമൊക്കെ തേടി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും, അങ്ങനെ പറയാം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പ്രശ്നത്തിന് ജാതകം നമ്മൾ സയൻസ് എന്ന് പറയുന്നു, പ്രശ്നത്തിന് ഒരു വാക്ക് കൂടെ ചേർക്കണം. ഡിവൈൻ സയൻസാണ്, ദൈവിക ശാസ്ത്രം. ഒരു കാര്യം നേരത്തെ പറഞ്ഞു, അപ്പോഴപ്പോഴുള്ള ഗ്രഹനില അനുസരിച്ചാണ് വരുന്നത്. അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഈശ്വര സേവയും ഈശ്വര വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ നമ്മൾ പ്രശ്നം വയ്ക്കാവൂ. ജാതകം നോക്കുന്നതും അങ്ങനെയാണ്. ഇതൊക്കെ ദൈവാനുഗ്രഹത്തിൽ കിട്ടുന്നതാണ്. പ്രശ്നം വയ്ക്കാൻ വരുന്ന ജ്യോത്സ്യർക്കും ദൈവാനുഗ്രഹം വേണം, വരുന്ന ആളിന് വിശ്വാസവും വേണം. വിശ്വാസമില്ലാത്ത ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഒന്നും പറയരുത്. വഴിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, പ്രശ്നം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ചോദ്യം എന്നാണ്. ചോദ്യത്തിൽ നിന്ന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൽ ഇഷ്ടംപോലെ, SLCക്ക് ഇഷ്ടംപോലെ പഠിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രമേ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ആവശ്യം എന്തോന്നുള്ള അടിസ്ഥാനത്തിലാണ് ഗ്രഹനില വച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ജാതകവും പ്രശ്നവും ഒരുപോലെയാണെങ്കിലും പ്രശ്നത്തിൽ കുറേ ടേംസ് കൂടുതലുണ്ട്. ഈശ്വര അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു പ്രശ്നം എടുക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടദേവത, പരദേവത, കുടുംബദേവതയുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ നാഗർശാപമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിതൃശാപം, മാതൃശാപം, ഗുരുശാപം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കും. ഇഷ്ടദേവതയുടെ കാര്യം നോക്കും. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കൺദൃഷ്ടി, വാഗ്ദോഷം, ആഭിചാരദോഷം, കൈവിഷദോഷം, ഇങ്ങനെയൊക്കെ ഇനി ഇതെല്ലാം പോയിട്ട് ഇതിൻ്റെ വേറെയും പല കാര്യങ്ങളുണ്ട്. ഗ്രഹ സംബന്ധമായ കാര്യങ്ങൾ അറിയാനും, വിവാഹ സംബന്ധമായ തടസ്സങ്ങളുണ്ടോ എന്നറിയാനും, രോഗപ്രശ്നവും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ചില ടേംസുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം. എങ്ങനെയൊക്കെ ബാധാസ്ഥാനം, ബാധകാധിപതി,
6-ാം ഭാവവതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു തരും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മുഹൂർത്തം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. കോരാശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി 12 രാശികളും 9 ഗ്രഹങ്ങളുടെയും കാരകത്വം ഭംഗിയാ പഠിക്കും. കാരകത്വം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് സൂര്യൻ്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ 8-10 വാക്കല്ല പഠിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കോരയുടെയും ജാതകാദേശത്തിൻ്റെയും മറ്റ് ലേഖനങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം കോർത്തിണക്കി വളരെ ഡൈല്യൂട്ട് ചെയ്ത് മനസ്സിലാകുന്ന ഭാഷയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞ് ശ്ലോകവും കൂടി പറഞ്ഞു തരും. ശ്ലോകം താല്പര്യമുള്ളവർക്ക് പഠിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ് ആദ്യം പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ട് അതായത് 9 ഗ്രഹങ്ങളും 12 രാശികളുടെയും കാരകത്വം പഠിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് വരും. പൊരുത്ത വിഷയങ്ങളും എല്ലാം അതിനകത്ത് കുറേയൊക്കെ വരും. ദ്വിഗ്രഹയോഗം, ഒരു രാശിയിലെ ഗ്രഹം നിന്നാലുള്ള ഫലം, പിന്നെ 2 ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുന്നത്, പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രധാന വിഷയം, ഇതെല്ലാം പറയും. അതിനുശേഷം പ്രശ്നമാർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചാംഗ വിഷയം കുറെ പഠിക്കും, കുറച്ച് നിമിത്തം, പിന്നെ രോഗപ്രശ്നം, സന്താന പ്രശ്നം, വിവാഹ പ്രശ്നം, അതൊക്കെ സെക്കൻഡ് വോളിയൂമിൽ വരും പ്രശ്നമാർഗത്തിൻ്റെ. അത് കഴിഞ്ഞ് 14-ാമത്തെ ചാപ്റ്റർ കാരകത്വങ്ങൾ കുറെ പഠിക്കും. അതും കഴിഞ്ഞിട്ട് 15-ാമത്തെ ചാപ്റ്റർ തറവ് സ്റ്റഡി. ഇതിൽ ആദ്യത്തെ കുറച്ച് ദൂരം വരെ നമുക്ക് എക്സാമ്പിൾ ഇടാൻ പറ്റില്ല, കുറേ തിയറികൾ വരും. അത് കഴിഞ്ഞെല്ലാം എക്സാമ്പിൾ ഇട്ട് ഭംഗിയായിട്ട് പഠിച്ച് പരിഹാരവും പറഞ്ഞ് ഭംഗി പോവും. അത് പറഞ്ഞ് ഭംഗിയായിട്ട് നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്ക് അത് അറിയാൻ കഴിയും. ഭംഗിയായിട്ട് മനസ്സിലാക്കിയേ പോവുള്ളൂ, മനസ്സിലാക്കാതെ പോവില്ല. ഇതെല്ലാത്തിനും നോട്ടും തരും. നോട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോട്ട് കൊടുത്തിട്ട് ഭയങ്കരമാണെന്ന് പറയുന്നതൊന്നും ശരിയല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരുവിധം മനസ്സിലാകത്തക്ക രീതിയിൽ തരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. അത് ഇതിനു മുമ്പേ ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. മനസ്സിലാകുന്ന ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് നോട്ട് തരുന്നത്. പിന്നെ എക്സാമ്പിൾ ഇടുന്നത് ഈ പ്രശ്നത്തിന് ഓരോ കാലഘട്ടത്തിലുമുള്ള എക്സാമ്പിൾ അപ്പോഴപ്പോഴുള്ള എക്സാമ്പിളാണ് കൊടുക്കാറുള്ളത്. കാരണം 2-3 പ്രാവശ്യമൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും കൂടി ഉപയോഗപ്പെട്ട രീതിയിൽ ഞാൻ പ്രശ്നം വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും കൊടുക്കാറുള്ളത്. പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട് അതിനെയാണ് കൊടുക്കാറുള്ളത്. അല്ലാതെ ഒരിടത്തിനും കടമെടുക്കുന്നതോ ഒന്നുമല്ല. പ്രശ്നത്തിന് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് മനസ്സിലാകും. നമ്മൾ കൈകാര്യം ചെയ്ത ഒരു കേസ് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാകും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹൂർത്തത്തിന് നമ്മുടെ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം കുറേ ടേംസ് ഉണ്ട്. മുഹൂർത്തത്തിൻ്റെ കുറേ പ്രിലിമിനറിയും കഴിഞ്ഞിട്ട് എല്ലാ മുഹൂർത്തങ്ങളെയും കുറിച്ച് ഇപ്പം വിവാഹ മുഹൂർത്തമാണെങ്കിൽ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്നിട്ട് അതിനെ എക്സാമ്പിൾ ഇടും. എങ്ങനെ പഞ്ചാംഗം എങ്ങനെ ഉപയോഗിക്കുന്നു എല്ലാം കൂടി. അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, ഈ പ്രശ്നം മുഹൂർത്തം ക്ലാസ്സുകാർ പഞ്ചാംഗം, വലിയ പഞ്ചാംഗം വാങ്ങി വച്ചേക്കണം. ഇല്ലെങ്കിൽ 2 ദിവസത്തിനകം വാങ്ങിയേ പറ്റൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഞ്ചാംഗം വാങ്ങിയാലും മതി, അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം, വലിയ പഞ്ചാംഗം, ചന്ദ്രാപ്രസിൻ്റെ വലിയ പഞ്ചാംഗം വാങ്ങി വച്ചേക്കണം. അത് അത്യാവശ്യം. ജ്യോതിഷഭൂഷണം അതും വാങ്ങി. പിന്നെ ഒരു ഹോരാശാസ്ത്രത്തിൻ്റെ മൂല ശ്ലോകം വാങ്ങിയാലും മതി, അല്ലെങ്കിൽ രാമകൃഷ്ണ പിള്ള എഴുതിയ ബുക്ക് വാങ്ങിയാലും മതി. ഹോരാശാസ്ത്രവും കൂടി വാങ്ങണം. നേരത്തെ വാങ്ങുന്ന നല്ലത്, സമയത്തിന് കിടന്ന് ഓടേണ്ട, വാങ്ങി കയ്യിൽ വെച്ചേക്കണം. ഹോരാശാസ്ത്രത്തിൻ്റെ മൂല ശ്ലോകം, അതിൽ ശ്ലോകം മാത്രമേ ഉള്ളൂ. ചെറിയ ബുക്ക്, നമുക്ക് പോക്കറ്റ് ഡയറി പോലെ ഇരിക്കും. വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് യാത്രാ സമയത്തൊക്കെ വേണമെങ്കിൽ പോക്കറ്റ് ഇട്ടൊക്കെ എടുത്ത് വെച്ച് വായിക്കാനും, ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് വായിക്കാനൊക്കെ കഴിയും. അതുകൂടി വച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ശ്ലോകം പറയുമ്പോൾ ടേംസ്, ഇപ്പം വൃത്താഹതാമ്രതൃക്ക് എന്ന് പറയുമ്പോൾ എഴുതാൻ ഏത് കാ ഏത് ച എന്നൊക്കെ അറിയാൻ പറ്റില്ല. അത് ഭയങ്കരമായ കൺഫ്യൂഷൻ വരും. അപ്പോൾ ബുക്കും കൂടി നമ്മൾ കയ്യിൽ വച്ചേക്കുമ്പോൾ വായിക്കാനുള്ള ഒരു പരിചയവും കൂടി കിട്ടും. അങ്ങനെ വേണം അതൊന്ന്. ഇനി അടുത്ത് ജാതക വിശകലനം എന്ന് പറഞ്ഞു. അത് നമ്മളിത് കഴിഞ്ഞിട്ടാണ് ജാതക വിശകലനം വേണം. വിശകലനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എക്സാമ്പിൾസ്. അതിന് വരുന്നത്
ഓരോ ഭാവത്തിനെ കുറിച്ചും, ഭാവത്തിൽ പ്രധാന വിഷയം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് പോലെ അല്ല. ആ ഭാവത്തിൽ ഓരോ ലഗ്നം പറയുമ്പോൾ ലഗ്ന നവാംശപ തുല്യ തനു, ലഗ്നത്തിനെ കുറിച്ച്, ശരീരാവയവത്തിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാം, ആളിൻ്റെ ശരീരപുഷ്ടി എങ്ങനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാര്യം. രണ്ടാം ഭാവം വരുമ്പോൾ എല്ലാം ഓരോന്നും എങ്ങനെ ചിന്തിക്കാം എന്നുള്ള ഒരു നോട്ടും തന്നിട്ട് അതിന് എക്സാമ്പിൾ ഇട്ട് പ്രൂവ് ചെയ്യും. എക്സാമ്പിളും പരമാവധി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എക്സാമ്പിൾസാണ്. ഇതിന് മുമ്പ് ബുക്കുകളിലുള്ളതൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അതിൽ ബുക്കുകളിലുള്ള നല്ലതും എടുക്കും. നല്ല ചില കേസുകൾ ബുക്കുകളിൽ പ്രിൻ്റ് പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളിൽ നല്ല കേസുകളുള്ളതുണ്ട് എങ്കിൽ അതെടുക്കും. അല്ലെങ്കിൽ എൻ്റെ കൈവശമുള്ളത്, എൻ്റെ കയ്യിൽ വരുന്ന എനിക്കറിയപ്പെട്ട കേസുകൾ എടുത്ത് വിശകലനം. അത് 12 ഭാവവും പറയും. അതിനകത്ത് വിദേശയാത്ര വരും, ഹയർ എഡ്യൂക്കേഷൻ വരും, എഡ്യൂക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗകാരകത്വം, അതാണ് ഏറ്റവും പ്രധാനം. ഭാവചിന്ത, ശരിക്കും പറഞ്ഞാൽ ഭാവചിന്തയൊക്കെ അതിനകത്ത് ക്ലിയർ ആയിട്ട് വരും. യോഗകാരകത്വം, ഒരു ഗ്രഹം യോഗകാരകനാകുന്നതെങ്ങനെ. നമ്മൾ സാധാരണയായിട്ട് പഠിക്കുമ്പോൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിന്നാൽ ഗുഡ് എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ഇവർ തമ്മിലൊരു കോമ്പിനേഷനുണ്ട്, ഗ്രഹങ്ങൾ തമ്മിലൊരു ബന്ധങ്ങളുണ്ട്. ആ ബന്ധമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ, ഇപ്പോൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വലിയ സയൻറ്റിസ്റ്റുമാർ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർ, പിന്നെ വലിയ ആത്മീയ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ ജാതകം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രവും കാണില്ല, ഉച്ചവും കാണില്ല, മൂലത്രികോണവും കാണില്ല. ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കി. ഇപ്പം നമ്മൾ മാഡം ക്യൂറിയുടെ ജാതകം എടുക്കുക, KPS മേനോൻ്റെ ജാതകം എടുക്കുക, അതൊക്കെ ഒരു പ്രത്യേക ജാതകങ്ങളാണ്. മാതാ അമൃതാനന്ദമയിയുടെ ജാതകം എടുക്കുക. ഇങ്ങനെയൊക്കെ കുറേ എണ്ണം നമുക്ക് വേണം. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ, നെഹ്റുജിയുടെ, ഇവരുടെയൊക്കെ ജാതകങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് എങ്ങനെയാണെന്ന്. അതങ്ങനെ കുറേ പഠിക്കും. അതാണ് ജാതക വിശകലനം. അത് വളരെ ഉപയോഗമുള്ള ഒരു ക്ലാസ് എന്നാണ് നമുക്ക് തോന്നുന്നത്. എടുത്തു കഴിഞ്ഞാൽ ജാതകം എങ്ങനെ ചിന്തിക്കാം എന്നുള്ള മനസ്സിലാകും. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊരുത്തമാണ്. പൊരുത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 10ന് 10 പൊരുത്തം, രാശിപ്പൊരുത്തം, രാശ്യാധിപൻ, വശ്യം, ഗണം, യോനി, ദിനം, മാഹേന്ദ്ര്യം, സ്ത്രീദീർഘം, രജ്ജു, വേദം. പിന്നെ പാപസാമ്യം, പാപത്വം എണ്ണുന്നത്, ദശാസന്ധി ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇതിന് നമ്മൾ ജ്യോത്സ്യരൊന്നും വേണ്ട, സോഫ്റ്റ്വെയർ മാത്രം മതി. ഡാറ്റാപ്പുറത്തും ടൈമാപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും. അതല്ല, അത് നിങ്ങൾ ഇതിനു മുമ്പ് ക്ലാസ് കഴിഞ്ഞവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. നമ്മൾ ചെയ്യുന്നത് ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ച്, അതായത് 7ാം ഭാവം, 7ാം ഭാവപതി, വിവാഹകാരകനും ഭാര്യാകാരകനുമായ ശുക്രൻ, ഭർത്തൃകാരകനായ വ്യാഴം, സ്ത്രീജാതകത്തിൽ ചൊവ്വയും ചന്ദ്രനും വ്യാഴവും, പുരുഷജാതകത്തിൽ ശുക്രനും സൂര്യനും വ്യാഴവും, ഇവർക്കുണ്ടാകുന്ന പാപബന്ധം, ബലക്കുറവ്, ബല കൂടുതൽ, ഇതിനെയെല്ലാം താരതമ്യം ചെയ്യാൻ ഹോരാശാസ്ത്രത്തിലും ജാതകാദേശത്തിലും പ്രശ്നമാർഗത്തിലുമൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അവിടെ നിങ്ങൾക്കറിയാൻ കഴിയില്ല ഇത് എവിടെ കിടക്കുന്നു, എങ്ങനെ എടുക്കണമെന്ന്. ഇതെല്ലാം എടുത്ത് നമ്മൾ അതിൻ്റെ വഴി ആ മണ്ണം പഠിപ്പിക്കുന്നതാണ് ഈ ക്ലാസ്. കാരണം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം. ഹോരാശാസ്ത്രം അങ്ങനെയാണ്, പഴയ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഒരു ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒരു കാര്യം സന്താനത്തിനെ കുറിച്ചായിരിക്കും, ഒരു കാര്യം വിവാഹ പൊരുത്തത്തിനെ കുറിച്ചായിരിക്കും, ഒരു കാര്യം ആളിൻ്റെ ഷേപ്പിനെ കുറിച്ചായിരിക്കും. ഇപ്പം ഹോരാശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടവത്തിൻ്റെ രാശിശീലമായ കാന്ത, കേലഗതി, പൃഥൂരുവദന, പൃഷ്ടാസ്യ, പാർശ്വങ്കിത, ക്ലേശസഖ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പല കാര്യവും അതിനകത്ത് വരും. ക്രൂരേ അഷ്ടമേ വിധനവത ദിനേശരാംശ യസ്യ സ്തുതോ യസി തസ്യ സമയ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ പറയും കന്യ അടി ഗോ ഹരിഷ അല്പസുതമെന്തോ, കന്നി, വൃശ്ചികം, ചിങ്ങം, ഇടവം, ഇത്രയും അല്പപുത്ര രാശികളാണെന്ന് പറയും. തുടക്കം 3 ലൈനും പറയുന്നത് എന്തോന്ന് ചോദിച്ചാൽ പൊരുത്ത വിഷയത്തിനെ കുറിച്ചാണ് വരുന്നത്. അവസാനത്തെ വരി പറയുന്ന സന്താനത്തിൻ്റെത്. അപ്പോഴത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ പറയുമ്പോൾ ഏത് ശ്ലോകത്തിൽ എത്രാമത്തെ ലൈൻ, എത്രാമത്തെ ചാപ്റ്റർ എന്ന് എടുത്ത് പറഞ്ഞ്
പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഏതൊരു കാര്യം പറഞ്ഞാലും അത് എവിടെ നിന്ന് കിട്ടി, എത്രാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞേ പോവുള്ളൂ. അതിലേക്കാണ് കോരാശാസ്ത്രം കൂടി വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കാൻ പറയുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്തിയേ പറഞ്ഞു തരുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന പരിപാടികളൊന്നും നമ്മുടെ സ്ഥാപനത്തിനും ഇല്ല. അങ്ങനെ പറഞ്ഞ് പിന്നെ വേറെ കാര്യമുണ്ട്. ദശകൾ നോക്കുന്നത് ഒരേ സമയം രണ്ടുപേർക്കും ദോഷസമയം വരാതെയും, പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന വിവാഹപ്പൊരുത്തത്തിൽ സമയദോഷങ്ങൾ ഒരുമിച്ച് വരാതിരിക്കുക. സമയദോഷം എന്ന് വെച്ചാൽ 6, 8, 12 ദശാകാലങ്ങൾ ഒരുമിച്ച് വരരുത്. 6, 8, 12 നിൽക്കുന്ന ഗ്രഹങ്ങൾ, ലഗ്നാധിപൻ്റെ ശത്രുവിൻ്റെ ദശകൾ ഒരുമിച്ച് വരരുത്. രണ്ടുപേരുടെയും ദശകൾ തമ്മിൽ നടക്കുന്നത് നാഥന്മാർ ശത്രുക്കളാകരുത്. പാപഗ്രഹങ്ങളുടെ ദശകൾ ഒരുമിച്ച് നടക്കരുത്. അനിഷ്ടഗ്രഹങ്ങളുടെ ദശകൾ ഒരുമിച്ച് നടക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി കോർത്തിണക്കി പറയുക. പിന്നെ ഒരു കാര്യം കൂടെ സൈലൻ്റായിട്ട് പറയാനുണ്ട്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിതൃകർമ്മം ചെയ്യാൻ തനിക്കൊരു അനന്തരാവകാശി വേണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ദി സോൾ ഓഫ് എ പേഴ്സൺ ഡസ് നോട്ട് റെസ്റ്റ് ഇൻ പീസ് ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് ബ്ലെസ്ഡ് വിത്ത് എ സൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുക്തി കിട്ടൂല എന്നുള്ളൊരു സന്താനമില്ലെങ്കിൽ. അപ്പോൾ സന്താന വിഷയം നോക്കിയേ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാന കാരണം ഇന്നത്തെ പുതിയ ആഹാര രീതിയും പുതിയ ടെൻഷനും ഒക്കെ വരുമ്പോൾ സന്താനത്തിനെ ബാധിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അതും കൂടി നോക്കണം. അതാണ് ഏറ്റവും പ്രധാന വിഷയം. അതാരും നോക്കാറില്ല. ആ വക വിഷയവും കൂടി ചേർത്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് വിവാഹ പൊരുത്തം. അല്ലാതെ നമ്മൾ നോക്കുന്നത് നക്ഷത്രപ്പൊരുത്തം നോക്കുന്നതല്ല. ഈ ദശാസന്ധി എന്ന് പറഞ്ഞാൽ ദശാസന്ധിയല്ല, ദശാക്രമം. മോശപ്പെട്ട ദശകൾ ഒരുമിച്ച് വരരുത്. ദശാസന്ധി എന്ന് പറയുമ്പോൾ ദശയുടെ സന്ധി സമയത്താണ് നമുക്ക് ഓരോരോ അപകടം നടക്കുന്നതില്ലല്ലോ. എങ്കിൽ പിന്നെ സന്ധി മാത്രം നോക്കിയാൽ മതി. അങ്ങനെയല്ല, അതെല്ലാം കൂടി നോക്കിയെടുത്ത് പറയുന്ന ക്ലാസ്സാണ് പൊരുത്ത വിഷയം. പൊരുത്തം എല്ലാവരും നന്നായി അറിഞ്ഞിരിക്കണം. ജ്യോതിഷം പഠിക്കണം. പൊരുത്തവും മുഹൂർത്തവുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് കണ്ടുവരുന്നത്. അതൊന്നുമല്ല, ജാതകം നോക്കാൻ പഠിക്കണം. ഹോരാശാസ്ത്രമൊക്കെ കുറെ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ക്ലാസ്സാണ് മുഹൂർത്തത്തിൻ്റെ ഈ പൊരുത്തത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിൽ വരുന്നത്. ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ജ്യോതിഷം പഠിപ്പിക്കുന്ന സാറ് പ്രസന്നകുമാർ സാറാണ്. സാറ് അദ്ദേഹം അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസന്നകുമാർ എന്നാണ്. ഞാൻ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ബേസിക് ജ്യോതിഷത്തിൻ്റെ ബേസിക് ക്ലാസ് പഠിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ സമയം കുറേ കഴിഞ്ഞു പോയി, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഢശാസ്ത്രം പഠിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ വഴിത്തിരിവിൻ്റെ ഒരു സൂചനയാണ്. കാര്യം അത്രത്തോളം മഹത്തരമാണ് ഈ ശാസ്ത്രം. നിങ്ങൾക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പലപ്പോഴും ഇത് പഠിക്കണമെന്ന് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിലും, ഇപ്പോഴതിനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് വേണം കണക്കാക്കാൻ. അത് ഏത് ഗൂഢശാസ്ത്രമായാലും അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും ശരി. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ഹയർ സോളിൻ്റെ ഒരു അറ്റ്യൂൺമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയും, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ശാസ്ത്രവും പഠിച്ചാൽ അത് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ പരദേവത പ്രീതി വേണം. അതേപോലെ ഉപാസന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അങ്ങനെ ഉപാസനയുടെ പിൻബലം വേണം. അപ്പോൾ അതായത് ഗ്രഹബന്ധനവും രാശിബന്ധനവും നക്ഷത്രബന്ധനവും അതേപോലെ പരദേവതയുടെ അനുഗ്രഹവും ഉപാസനാമൂർത്തിയുടെ പിൻബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രങ്ങളെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആള് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ മാത്രം മിടുക്കല്ല,
എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു നമ്മൾ ബേസിക് എന്ന് പറയുന്നത് വരാഹമിഹിര ആചാര്യൻ്റെ ഹോരാശാസ്ത്രത്തിനെ ബേസ് ചെയ്താണ് നമ്മളവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മൾ ഈ പ്രാക്ടിക്കൽ ജ്യോതിഷം, അത് വാസ്തുശാസ്ത്രമായാലും ജ്യോതിഷമായാലും നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ കൂടി, നമുക്ക് ഇത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, ഒരു ശാസ്ത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണകരമാം വിധത്തിൽ എങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ജ്യോതിഷമായാലും വാസ്തുശാസ്ത്രമായാലും അത് നേരത്തെ ഗുരുനാഥന്മാർ പറഞ്ഞു. അതെന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ ഈ ജ്യോതിഷം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം പഠിക്കാനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പം കൂടുതൽ വിവരങ്ങൾ ഈ നമ്മളുടെ സംശയങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ ഓരോ ഡിവിഷനായിട്ട്, അതായത് ബേസിക് പഠിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ ജ്യോതിഷത്തിന്റെ മറ്റ് ശാഖകൾ പഠിക്കുന്നവർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിന്റെ 3 വിഭാഗത്തിൽ പഠിക്കുന്നതിനും പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഇത് വാസ്തുശാസ്ത്രമായാലും ഏതെങ്കിലും കൈകാര്യം ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടിയുള്ള ഒരു അറ്റസ്റ്റേഷൻ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ ലാൽ സാർ പറയും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം പിന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോകൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും രീതിയിൽ പിന്നെ സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ വീഡിയോകളും കിട്ടും. അത് ഈ ക്ലാസ് തീരുന്നവരെ, കോഴ്സ് തീരുന്നവരെ ആ വീഡിയോകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പിന്നെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് കേരളത്തിൽ മാത്രം ഉള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ മാത്രമുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, ഇന്ത്യക്ക് വെളിയിൽ 120 രാജ്യങ്ങളിൽ ഉള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പിന്നീട് നിങ്ങളുടെ അതാത് ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും എടുക്കാം. അത് പിന്നെ ജോലിക്ക് വരെ അപ്ലൈ ചെയ്യുന്നുണ്ട് പലരും വിദേശ രാജ്യങ്ങളിൽ. ഡിപ്ലോമ കഴിഞ്ഞവര്, ചിലര് അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അതുകൂടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അറ്റസ്റ്റഡ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾ അടുത്ത പിന്നെ ക്ലാസ്സുകളിൽ നിങ്ങളെ അറിയിക്കും. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുഹൂർത്തം നോക്കി ഇന്ന് തുടങ്ങിയതാണ്. കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന്. അതിന് വരുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിരിക്കും. അടിസ്ഥാന ജ്യോതിഷം താല്പര്യം, ഇപ്പം നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ പ്രത്യേകം ഗ്രൂപ്പുകളുള്ള ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾക്കുള്ള പിന്നെ സബ്ജക്റ്റ് പഠിക്കാൻ പോകാവുന്നതാണ്. പിന്നെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുള്ള ആരെങ്കിലും അറിയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, നമുക്ക് അതിന് മറുപടി തരുന്നതാണ്. ഈ വാസ്തു ആചാര്യ കോഴ്സിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്നാ ക്ലാസ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമസ്തേ അത് അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കാം. അതിനകത്ത് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വേണം. അതിനൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യും, വാസ്തു ആചാര്യയുടെ. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും. കാര്യം അത് സാറ് ഇവിടെ പഠിച്ചതാണോ നേരത്തെ? ഇവിടെ സാറിന്റെ ഞാൻ കേശവദാസ് ഗുരുനാഥന്റെ ഫീൽഡിൽ പഠിച്ചതാണ്. അപ്പൊ സാറ് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ സാറ് എവിടെയെങ്കിലുമൊക്കെ വിസിറ്റിന് പോകുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് 2 പേർക്കോ 3 പേർക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ രത്ന കറക്ഷൻസ് ആണെങ്കിൽ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ പിരമിഡ് കറക്ഷൻ ആണെങ്കിൽ അത്, പിന്നെ കട്ടള വെപ്പ്, പിന്നെ കുറ്റിയടിക്കല്, പിന്നെ പ്ലോട്ട് നോക്കാൻ പോവുക, അല്ലെങ്കിൽ വീടിന്റെ വാസ്തു നോക്കാൻ പോവുക. ഇതെല്ലാം നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി നേരിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അയക്കും അല്ലേ? അതെല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടും. ആ സമയത്ത് 2 പേർക്ക് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും 2 പേര് പോവുക, അല്ലെങ്കിൽ 3 പേര് പോവുക. പോയിട്ട് അല്ല, ഞാൻ ചോദിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് അയക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയി കണ്ട അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പം അത് അങ്ങനെ ഒരു നല്ലൊരു ക്ലാസ്സാണ്. ആ ഒരു കോഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വാസ്തു
ഒരു സൈറ്റിൽ പോയി വാസ്തു നോക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇതുണ്ടാവും. ആയിക്കോട്ടെ, ശരി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കണേ. അതായിരിക്കും. അതിപ്പോ ഞാൻ പിന്നെ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടും, വാസ്തു ആചാര്യക്ക് താല്പര്യമുള്ളവർ എന്റെ ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നിങ്ങൾ ഓക്കെ, സാർ ആ ശരി, ഗ്രൂപ്പിലോട്ട് ചേർക്കണം. ആയിക്കോട്ടെ, ശരി, ശരി. ഇപ്പൊ സാർ എന്തെങ്കിലും പിന്നെ ബേസിക് പറയും. സാർ ബേസിക് കോഴ്സിൽ നമ്മള് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് കവർ? ലഗ്നം, ലഗ്നസ്ഫുടം അതൊക്കെ വരുമോ? ബേസിക് കാൽക്കുലേഷൻ വരുമോ? കോഴ്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രഹനില, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത്, രാശികളെ പറ്റി ചിന്തിക്കേണ്ടത്, ഭാവങ്ങളെ പറ്റി എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ആദ്യമായിട്ട് ഒരാൾ ജ്യോതിഷം പഠിക്കാൻ വരുമ്പോൾ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഉച്ചനക്ഷത്രം, അതായത് ഒരു ജാതകം എങ്ങനെ എഴുതാം എന്നുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതെ. ഇപ്പം ജാതകം. ഇതിനകത്ത് ഗണിതം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവസാനം വരുന്നത് വെച്ചാൽ നമ്മൾ ഒരു ജാതകം വിശകലനം ചെയ്യണം. അങ്ങനെ ഒരു കുറെ എക്സാമ്പിൾ ഇട്ടിട്ട് ഒരു 3-4 എക്സാമ്പിൾ ജാതകം ഇട്ടിട്ട് അത് വിശകലനം ചെയ്യാനും പഠിപ്പിക്കും. എന്നുവെച്ചാൽ അടിസ്ഥാനം ആദ്യമായിട്ട് വരുന്ന ഒരാളിനെ ഇത് പഠിപ്പിക്കാൻ ശ്ലോകങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ഒരാളിന് പഠിച്ചു പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 8 മാസം കൊണ്ട് പഠിച്ചിട്ട്, അതുകൊണ്ട് ഈ 8 മാസത്തെ കോഴ്സ് കൊണ്ട് നമുക്കൊരു ഗ്രഹനില കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കി വായിച്ച് മനസ്സിലാക്കുക, അത് നോക്കുന്ന ആൾ നമ്മൾ പ്രാപ്തി. ഓക്കെ. എന്താ നിറയെ സ്ഥാപനങ്ങൾ ലാലിന്റെ ശബ്ദം ഇടയ്ക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, മഴയുണ്ട്. മൈക്കിനെ ഒന്ന് അടുപ്പിച്ചു. സാർ പറഞ്ഞോളൂ. നമ്മളിപ്പോ കാൽക്കുലേഷൻ ഇല്ലാന്ന് അറിയാം അവിടെ പഠിപ്പിക്കണ്ടേ? ഇപ്പൊ ആപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ എന്നാ പറയുന്നത്. അല്ല, നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തു വച്ചിരിക്കുന്നത്, അതായത് ഓരോ ദിവസത്തെയും ഗണിതം എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ അടിസ്ഥാനം പഠിക്കും. അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു ജാതകം നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വന്നു, അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്റെ മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ജ്യോതിഷം നോക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഗണിതത്തിനെ നമ്മൾ ഭംഗിയായിട്ട് പഠിക്കും. പിന്നെ ഈ അടിസ്ഥാന കോഴ്സിന്റെ പിന്നെ നോട്ട്സ് എല്ലാം നമ്മൾ PDF ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട്, അങ്ങനെ 18 ചാപ്റ്റർ ആയിട്ടാണ് നോട്ട്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ നോട്ട്സുകൾ നിങ്ങളുടെ ഓരോ ക്ലാസ്സിനും മുമ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ നോട്ട്സുകളെല്ലാം ഇട്ടേക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുക്കാൻ പറ്റും. PDF നോട്ട്സ് ആണ്. നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുക്കാനോ എഴുതിയെടുക്കാനോ പറ്റും. അങ്ങനെ എല്ലാം അത് പല പല ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു PDF ആക്കി നോട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. നമ്മൾ പിന്നെ സാർ വേറെ സംശയം കൂടി, ഇപ്പൊ ഏത് കോഴ്സ് ആയാലും ബേസിക് കോഴ്സ് പഠിക്കുന്ന ആള് ഏകദേശം എത്ര മണിക്കൂർ സ്പെയർ ചെയ്യണം നമ്മളിപ്പോ പഠിക്കാൻ ഒരു ദിവസം? അത് നമ്മൾ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ്. മാസത്തിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. ഏകദേശം 8 മാസം കുറഞ്ഞത് ഈ കോഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ അവസാനം ഒരു എക്സാം ഉണ്ടാകും. എക്സാം എഴുതി വിജയിക്കുന്നവർക്കെല്ലാം എല്ലാ കോഴ്സിനും സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അത് എക്സാം നിർബന്ധമാണോ എഴുതണമെന്ന് എല്ലാവർക്കും? അതില്ലല്ലോ. അത് എക്സാം എഴുതുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഉള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? താമ്പൂല പ്രശ്നത്തിന്റെ ക്ലാസ് ഉണ്ടോ സാറേ? താമ്പൂല പ്രശ്നത്തിന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞിടക്ക് തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ അത് 3 മാസത്തെ കോഴ്സാണ്. 3-4 മാസത്തെ കോഴ്സാണ്. അതിന് അടുത്തത് തുടങ്ങുമ്പോൾ അറിയിക്കാം. നിങ്ങളിപ്പോ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ തുടർന്നാൽ മതി. നമ്മൾ ഏതെങ്കിലും കോഴ്സുകളൊക്കെ തുടങ്ങുമ്പോഴെല്ലാം ആ ഗ്രൂപ്പിലും അതും ഈ ബേസിക് പഠിച്ചിട്ടല്ലേ താമ്പൂലം പഠിക്കേണ്ടത്? അത് കുറച്ച് ബേസിക് അറിഞ്ഞാൽ എളുപ്പമാണ്. കുറച്ച് ബേസിക് അറിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? അതെ, ബേസിക് അറിയാവുന്നവർക്ക് വളരെ നന്നായി പഠിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും മറ്റേ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ നന്ദി സാറേ. താങ്ക് യു. അപ്പൊ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. സർ.